ആഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കണമെന്ന് പുതിയ മെത്രാന്മാരോട് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിയമിതരായ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 192 ബിഷപ്പുമാർക്കുള്ള പരിശീലന കോഴ്സിന്റെ ഭാഗമായി വത്തിക്കാനിൽ നവമെത്രാന്മാർക്ക് സന്ദേശം നൽകുകയായിരുന്നു ലിയോ 14 പാപ്പ. കർത്താവിന്റെ അപ്പസ്തോലന്മാരായും വിശ്വാസത്തിന്റെ ദാസന്മാരായും നിങ്ങളെ അയക്കാൻ കർത്താവ് തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തിരിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു. Per quanto importante e necessaria, non basta la sola consapevolezza che il nostro ministero sia radicato nello spirito di servizio a immagine di Cristo. Esso infatti deve anche tradursi nello stile dell'apostolato, nelle varie forme della cura e del governo pastorale, nell'anelito dell'annuncio, in modi tanto diversi e creativi a seconda delle situazioni concrete che vi troverete ad affrontare. നിങ്ങൾക്ക് ലഭിച്ച സമ്മാനം നിങ്ങൾക്കുള്ളതല്ല, മറിച്ച് സുവിശേഷത്തിന്റെ ലക്ഷ്യത്തെ സേവിക്കാനുള്ളതാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസത്തെ സേവിക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സേവനം ഒരു ബാഹ്യ സ്വഭാവമോ ഒരാളുടെ ധർമ്മം നിറവേറ്റുന്നതിനുള്ള ഒരു മാർഗമോ അല്ല. നമ്മെ സമ്പന്നരാക്കാൻ തന്നെ ദരിദ്രനാക്കിയ യേശു നടത്തിയ അതേ തെരഞ്ഞെടുപ്പിനെ ഉൾക്കൊള്ളാൻ ആന്തരിക സ്വാതന്ത്ര്യം, ആത്മാവിന്റെ ദാരിദ്ര്യം, സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന സേവന സന്നദ്ധത എന്നിവ ആവശ്യപ്പെടുകയാണ്. പുതിയ മെത്രാന്മാർ എപ്പോഴും ജാഗരൂകരായിരിക്കണം. എളിമയിലും പ്രാർത്ഥനയിലും നടക്കാനും കർത്താവ് ഭരമേൽപ്പിക്കുന്ന ആളുകളുടെ ദാസന്മാരാകാനും ശ്രമിക്കണമെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. സുവിശേഷത്തിന്റെ പുതിയ പ്രഖ്യാപനത്തിനായുള്ള ആത്മവിശ്വാസവും ധൈര്യവും വീണ്ടും കണ്ടെത്തണം. പ്രത്യേകിച്ച് വിശ്വാസ കൈമാറ്റത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മെത്രാൻ ശുശ്രൂഷയിലൂടെ നിർവഹണത്തിലുണ്ടാകുന്ന നിരവധി വെല്ലുവിളികളെ നേരിടാനും ലോകമെമ്പാടുമുള്ള സഹോദര ബിഷപ്പുമാരായ സംഭാഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും റോമിൽ ഒരുമിച്ച് ദിവസങ്ങൾ ചെലവഴിക്കാനുമുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നവമെത്രാന്മാർക്ക് വേണ്ടി കോഴ്സ് നടന്നത്. അഗസ്റ്റീനിയൻ സമൂഹത്തിന് പുതിയ പ്രിയോർ ജനറൽ. വർഷം നീണ്ട പാരമ്പര്യമുള്ള സന്യാസ സമൂഹത്തിന്റെ 98ാമത് പ്രിയോർ ജനറലായി ഫാദർ ജോസഫ് ലോറൻസ് ഫാറൽ OSA ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. റോമിലെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് 73 വോട്ടോടെ അഗസ്റ്റീനിയൻ സമൂഹത്തിന് പുതിയ അധ്യക്ഷനെ ലഭിച്ചിരിക്കുന്നത്. 188ാമത് ജനറൽ ചാപ്റ്ററിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഫാദർ അലജാൻഡ്രോ മോറൽ ആന്റൺ OSAയുടെ പിൻഗാമിയായാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ വികാരി ജനറലും വടക്കേ അമേരിക്കയുടെ അസിസ്റ്റന്റ് ജനറലുമായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഫാദർ ജോസഫ് ലോറൻസ്. ഫാദർ അലജാൻഡ്രോ അംഗീകാരമുദ്ര പുതിയ പ്രിയോർ ജനറലിന് കൈമാറി. വളരെയധികം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പിന് ഫലം കൈവന്നിരിക്കുന്നതെന്ന് സെന്റ് തോമസ് വിലനോവ പ്രവിശ്യയുടെ പ്രിയോർ പ്രൊവിൻഷ്യലായ ഫാദർ റോബർട്ട് ബി ഹാഗൻ പറഞ്ഞു. അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ ജനിച്ച ഫാദർ ജോസഫ് ഫാരൽ വിലനോവയിലെ അഗസ്റ്റീൻ പ്രൊവിൻസിൽ ചേരുകയായിരുന്നു. 1991 തിരുപ്പട്ടം സ്വീകരിച്ചു. പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. വിശുദ്ധ അഗസ്റ്റിന്റെ പ്രസംഗങ്ങളിലെ അഗസ്റ്റീനിയൻ ആത്മീയതയെക്കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ പ്രബന്ധം ശ്രദ്ധ നേടിയിരുന്നു. ഇടവക വികാരി, സർവകലാശാല ചാപ്ലിൻ, വിവിധ സ്ഥാപനങ്ങളിലെ പ്രൊഫസർ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 50ലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന സന്യാസ സമൂഹമാണ് അഗസ്റ്റീനിയൻ സമൂഹം. അർജന്റീനയുടെ മധ്യസ്ഥയായ ലുഹാൻ മാതാവ് ഇനി വത്തിക്കാൻ ഉദ്യാനത്തിലും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം നിറവേറ്റിക്കൊണ്ടാണ് അർജന്റീനയുടെ മധ്യസ്ഥയായ അവർ ലേഡി ഓഫ് ലുഹാൻ മൊസൈക്ക് രൂപം വത്തിക്കാൻ ഉദ്യാനത്തിൽ സ്ഥാപിച്ചത്. അർജന്റീനിയൻ കലാകാരിയായ ഫ്ലോറൻസിയ ഡെലൂച്ചിയാണ് ഇത് നിർമ്മിച്ചത്. ചടങ്ങിൽ പരിശുദ്ധ സിംഹാസനത്തിലെ അർജന്റീനിയൻ അംബാസിഡർ ലൂയിസ് പാബ്ലോ മരിയ, വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അർജന്റീനയിലെ കർദിനാൾ കോളേജിന്റെ വൈസ് ഡീൻ കർദിനാൾ ലിയാൻഡോ സാൻഡ്രോ,
കർദിനാൾ ഫെർണാണ്ടോ എന്നിവരും സന്നിഹിതരായിരുന്നു. അർജന്റീനിയൻ ജനതയെ സംരക്ഷിക്കുന്നതിനും സമാധാനം, സാഹോദര്യം, സംഭാഷണം, നീതി എന്നിവയുൾപ്പെടെ പ്രചോദനാത്മകമായ പാതകൾ എന്നീ നിലയിൽ ലിയോ 14 പാപ്പയുടെ പേപ്പൽ സ്ഥാനത്തെ അനുഗമിക്കുന്നതിനും ലൂഹാൻ മാതാവിന്റെ മധ്യസ്ഥത പരിശുദ്ധ സിംഹാസനത്തിലെ അർജന്റീനിയൻ അംബാസിഡർ ലൂയിസ് പാബ്ലോ അഭ്യർത്ഥിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് ചിത്രം വത്തിക്കാനിലെത്തിയ നിമിഷം മുതൽ ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തെ പ്രോത്സാഹിപ്പിച്ചത് ലിയോ പാപ്പയാണെന്ന് അംബാസിഡർ പറഞ്ഞു. ഗാസ വികാരിയുമായി ഫോണിൽ സംസാരിച്ച് ലിയോ 14 പാപ്പ. മാർപ്പാപ്പയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമെന്നാണ് ഫാദർ റൊമനെല്ലി ഫോൺ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞത്. നിരവധി താമസക്കാർ ഇപ്പോഴും ഹോളി ഫാമിലി ഇടവകയിൽ തുടരുന്നുണ്ട്. പ്രായമായവരും രോഗികളും കുട്ടികളും ഉൾപ്പെടെ 450 പേർക്ക് ഇടവക അഭയം നൽകുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയിലെ ഇടവക വികാരി ഫാദർ ഗബ്രിയേല റൊമനെല്ലിയുമായി പാപ്പ ഫോണിൽ സംസാരിച്ചത് ഗാസ നഗരം വിട്ടുപോകാനുള്ള ഇസ്രായേലിന്റെ ഉത്തരവിനെ തുടർന്നാണ്. സ്ഥിതി ഇപ്പോഴും ദുഷ്കരമായി തുടരുകയാണെങ്കിലും ഞങ്ങൾ സുഖമായിരിക്കുന്നുവെന്ന് അദ്ദേഹം പാപ്പയോട് പറഞ്ഞു. പാപ്പ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി, ഞങ്ങൾക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു, ഫാദർ റൊമനെല്ലി പറഞ്ഞു. വൃദ്ധരും രോഗികളും കുട്ടികളും ഉൾപ്പെടെ 450ഓളം കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് ഹോളി ഫാമിലി ഇടവക ഇപ്പോഴും അഭയം നൽകുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗവും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലായിടത്തും അപകടമുണ്ട്. പക്ഷെ പലരും നഗരത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. ഇത്രയധികം വേദനകൾക്കിടയിലും ദൈവം ജീവന്റെയും സന്തോഷത്തിന്റെയും അടയാളങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നുവെന്നും ഫാദർ റൊമനെല്ലി പറഞ്ഞു. ആധുനിക രക്തസാക്ഷികളുടെ എക്യുമെനിക്കൽ അനുസ്മരണത്തിൽ അധ്യക്ഷത വഹിക്കാൻ ലിയോ 14 പാപ്പ. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ രക്തസാക്ഷികളെയും വിശ്വാസ സാക്ഷികളെയും അനുസ്മരിക്കുന്ന എക്യുമെനിക്കൽ ചടങ്ങിൽ ലിയോ 14 പാപ്പ അധ്യക്ഷത വഹിക്കും. മറ്റു സഭകളുടെയും സഭാ സമൂഹങ്ങളുടെയും പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കുചേരും. സെപ്റ്റംബർ 14 ഞായറാഴ്ചയാണ് എക്യുമെനിക്കൽ അനുസ്മരണ ചടങ്ങ് നടന്നത്. 2023 ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ച വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെയും ആധുനിക കാലഘട്ടത്തിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നത്. കത്തോലിക്ക സഭയുടെ എക്യുമെനിക്കൽ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിലെയും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചയിലെയും അംഗങ്ങളോട് സംസാരിച്ച ക്രിസ്ത്യൻ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൃശ്യമായ ആവിഷ്കാരം നൽകുമെന്നും കർദിനാൾ പറഞ്ഞു. കാസിൽ ഗാൻഡോൾഫയിൽ പരിസ്ഥിതി സൗഹൃദ റെസ്റ്റോറന്റ് തുറക്കാൻ തയ്യാറെടുത്ത് വത്തിക്കാൻ. വത്തിക്കാനിലെയും ചിക്കാഗോയിലെയും പാചകക്കാരാണ് കാസിൽ ഗാൻഡോൾഫയിൽ പരിസ്ഥിതി സൗഹൃദ റെസ്റ്റോറന്റ് തുറക്കാൻ തയ്യാറെടുക്കുന്നത്. ലിയോ 14 പാപ്പയാണ് ഇത് പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 5 നടന്ന ചടങ്ങിൽ പാപ്പ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 17-ാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പമാർ ഉപയോഗിച്ചിരുന്ന ചരിത്ര പ്രസിദ്ധമായ പൊന്തിഫിക്കൽ വില്ലകൾക്കുള്ളിലാണ് പുതിയ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. സൃഷ്ടിയുടെ പരിപാലനത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പഠിപ്പിക്കലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ബോർഗോ ലൗദാത്തോസി ഗ്രാമത്തിന്റെ ഉദ്ഘാടന വേളയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സൂക്ഷിപ്പുകാരാകാനുള്ള വിളി നിറവേറ്റുന്നതിനുള്ള സഭയുടെ സംരംഭങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പാപ്പ പ്രസ്താവിച്ചിരുന്നു. ഈ വർഷം ആദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റി സ്മിത്തിനെയും സ്റ്റെഫാനിയെയും ഈ പദ്ധതിക്ക് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുത്തിരുന്നു. ഇവിടെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒരു ചെറിയ വിപണിയും ഉണ്ടാകും. ലിയോ 14 പാപ്പയോടുള്ള ബഹുമാനാർത്ഥം ചിക്കാഗോയിൽ നിന്നുള്ള വിവിധ വിഭവങ്ങളും ഈ റെസ്റ്റോറന്റിൽ ഉണ്ടാകും. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഉൽപ്പന്നങ്ങളും അന്താരാഷ്ട്ര രുചികൾ ഉപയോഗിച്ച് ഇറ്റാലിയൻ പാചക രീതിയിൽ ഇവിടെ ഭക്ഷണം വിളമ്പും. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.